angels. My name is Aishwarya and welcome to our channel Blush with Ash. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ കാണാൻ വേണ്ടി പോകുന്നത് വേറൊരു സെലിബ്രിറ്റി ഇൻസ്പയർഡ് മേക്കപ്പ് ലുക്കാണ്. ആൻഡ് എൻ്റെ ഈ വളരെ റീസെന്റ് ആയിട്ടുള്ള വീഡിയോസിൽ കുറച്ച് പേരൊക്കെ കമന്റ് ചെയ്യാറുണ്ട് എന്താണ് റീക്രിയേഷൻ വീഡിയോ ചെയ്യാത്തതെന്ന്. അപ്പോൾ ഇന്ന് ഞാൻ ചെയ്യാൻ വേണ്ടി പോകുന്നത് നമ്മുടെ മലയാളം ഫിലിം ആക്ട്രസ് ശ്രിൻഡ ചേച്ചീൻ്റെ ഇൻസ്പയർഡ് ലുക്കാണ്. ആൻഡ് ഇതൊരു പെർട്ടിക്കുലർ ഫോട്ടോന്റെ എന്നൊക്കെ വേണമെങ്കിൽ പറയാം. ബട്ട് സ്റ്റിൽ ചേച്ചിയുടെ ഒരു സിഗ്നേച്ചർ മേക്കപ്പ് ലുക്കാണ്. ഞാൻ ഇനി ഇൻസ്റ്റാഗ്രാമിൽ ഫോളോ ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ചെക്ക് ചെയ്യുമ്പോഴത്തേക്കും പുള്ളിക്കാരി പൊതുവെ അങ്ങനെ മേക്കപ്പ് ഇടാത്ത ടൈപ്പാണ്. പക്ഷെ മേക്കപ്പിന്റെ ആവശ്യമില്ല, അല്ലാണ്ട് തന്നെ നല്ല ഭംഗിയാണ്, ഫീച്ചേഴ്സ് അമേസിംഗ് ആയിട്ടുള്ള ഫീച്ചേഴ്സ് ആണ്. അപ്പൊ മേക്കപ്പ് ഇടുവാണെങ്കിൽ ഇതുമാതിരത്തെ ഒരു വാം ആയിട്ടുള്ള ന്യൂഡായിട്ടുള്ള മേക്കപ്സ് ആണ് പൊതുവെ ഇടാറ്. അപ്പൊ അങ്ങനെ ഞാൻ തപ്പി ഒരു ഫോട്ടോ കണ്ടുപിടിച്ചിട്ട് എനിക്ക് ഫോട്ടോ ഭയങ്കര ഇഷ്ടപ്പെട്ടു. എന്നോട് ആഡ് ചെയ്യാം ഏത് ഫോട്ടോ ആണെന്ന്. അപ്പൊ അതിന് വളരെ ന്യൂട്രൽ ആയിട്ട് സിമ്പിൾ ആയിട്ട് ചെയ്തേക്കുന്ന ഒരു മേക്കപ്പ് ആണ്. ആൻഡ് ഇത് സിമ്പിൾ ആയിട്ട് എവിടെയെങ്കിലും ഒത്തിരി കളേഴ്സ് ഒന്നും ഇഷ്ടമില്ലാത്ത ആൾക്കാർക്ക് മുഖത്ത് ഒത്തിരി കളേഴ്സ് ഒന്നും ഇഷ്ടം മേക്കപ്പ് ആയിട്ട് ഇടാൻ താല്പര്യമില്ലാത്ത ആൾക്കാർക്ക് ട്രൈ ചെയ്യാൻ പറ്റിയ ഒരു ക്ലാസി മേക്കപ്പ് ലുക്ക് ആണെന്ന് വേണമെങ്കിൽ പറയാം. ആൻഡ് അതുപോലെ തന്നെ ഇന്നത്തെ ഈ വീഡിയോയിൽ യൂസ് ചെയ്തേക്കുന്ന എല്ലാ പ്രോഡക്ട്സും 90% പ്രോഡക്ട്സും വെറ്റ് ആൻഡ് വൈൽഡിന്റെ ആണ്. നമ്മൾ purple.com ഇന്ന് അതായത് 8-ാം തീയതി ഏപ്രിലില് വെറ്റ് ആൻഡ് വൈൽഡിന്റെ ഫ്ലാറ്റ് 25% ഓഫ് ഉണ്ട്. അപ്പോൾ അമേസിംഗ് ആയിട്ടുള്ള ബ്രാൻഡാണ്. കുറച്ച് റിവ്യൂസ് ഞാൻ ഈ വീഡിയോയിൽ പറയുന്നുണ്ട്. അപ്പൊ നിങ്ങൾക്ക് വാങ്ങാൻ സ്റ്റോക്ക് ചെയ്യാൻ പറ്റിയ നല്ല ടൈമാണ്. വേറെ കുറച്ച് ബ്രാൻഡ്സിനും കൂടി ഇന്ന് ഓഫർ ഉണ്ട്. അത് ഏതൊക്കെയെന്ന് അറിയാൻ വേണ്ടി ഡിസ്ക്രിപ്ഷൻ ബോക്സ് ചെക്ക് ചെയ്യാം. അപ്പോൾ അത്രയൊക്കെ ഉള്ളൂ. അപ്പൊ നമുക്ക് ഇനി ഒത്തിരി സംസാരിച്ച സമയങ്ങളാണ് വീഡിയോയിലേക്ക് കടക്കണേ മുന്നേ നമ്മുടെ ബേസിക് അപ്ഡേറ്റ് നോക്കാം. ലിപ്സ്റ്റിക്കും മേക്കപ്പ് കാര്യങ്ങളൊക്കെ നമുക്ക് വീഡിയോയിൽ തന്നെ കാണാം. കമ്മൽ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. എൻ്റെ ഫ്രണ്ട് മോണി എനിക്ക് ചെന്നൈയിൽ ചെന്നപ്പോഴത്തേക്കും അവിടെ നിന്ന് തന്ന ഗിഫ്റ്റ് ആണ് ഈ കമ്മൽ. ആൻഡ് നെയിൽ പോളിഷ് ഹൈ ഓൺ കേക്ക് എന്ന് പറഞ്ഞിട്ട് പേർപ്പിളിന്റെ നെയിൽ പോളിഷ് ആണ്. കുറെ ആൾക്കാർ ചോദിക്കുന്നുണ്ട്. നല്ല ഷെയ്ഡാണ്, നല്ല ലാസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു ബ്രാൻഡുമാണ് പേർപ്പിള്. പിന്നെ ഈ ഒരു കുർത്ത വന്നിട്ട് മിന്ത്രന്ന് വാങ്ങിച്ചാണ്. മിന്ത്ര ലുക്ക് ബുക്കിൻ്റെ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. നല്ലൊരു കോട്ടൺ കുർത്തയാണ്. അപ്പൊ ഇനി നമുക്ക് ഒത്തിരി സംസാരിച്ച സമയങ്ങളാണ്. ലെറ്റ്സ് ഗെറ്റ് ദ വീഡിയോ. ഞാൻ വെറ്റ് ആൻഡ് വൈൽഡിന്റെ പ്രൈമർ കണ്ടില്ല, ഉണ്ടോന്ന് എനിക്കറിയില്ല. പക്ഷെ ഞാൻ സെറ്റിംഗ് സ്പ്രേ വെച്ചിട്ടാണ് പ്രൈം ചെയ്യാൻ വേണ്ടി പോണത്. എന്റെ വിഷു മേക്കപ്പ് കണ്ടപ്പോൾ കുറെ ആൾക്കാർ പറഞ്ഞു ഐസ് ക്യൂബ് വെച്ച് ചെയ്തിട്ടും അങ്ങോട്ട് മേക്കപ്പ് ലാസ്റ്റ് ചെയ്യണില്ലെന്നാണ് പറഞ്ഞത്. സോ അതിന് വേണ്ടി വേറൊരു ടെക്നിക്ക് ഈ വീഡിയോ തന്നെ ഞാൻ കാണിക്കാം. അതായത് നമ്മളിപ്പോൾ മോയ്സ്ചറൈസ് ചെയ്തതിന് ശേഷം നമ്മൾ പ്രൈമർ ഇട്ടതിന് ശേഷം പ്രൈമർ ഇട്ടതിന് ശേഷം നമുക്കിത് ഈ സെറ്റിംഗ് സ്പ്രേ ഉണ്ടല്ലോ ഇങ്ങനെ ഫേസിൽ ഫുള്ളൊന്നും അടിക്കാം. ഓക്കെ, ഫേസ് ഫുള്ള് ഇത് ഇങ്ങനെ ചെയ്യണം. എന്താണെന്ന് വെച്ചാൽ ചിലപ്പോൾ നമുക്ക് ഈ സെറ്റിംഗ് സ്പ്രേ തന്നെ നമ്മുടെ മേക്കപ്പ് സെറ്റ് ചെയ്യാനുള്ളതാണ്. അപ്പൊ അതിന്റെ മേലെ മേക്കപ്പ് ഇടുമ്പോഴത്തേക്കും അത് ഒന്നുകൂടി സ്ട്രോങ് ആയിട്ട് അവിടെ ഇരുന്നോളും. അപ്പൊ അതിന് വേണ്ടിയാണ് സെറ്റിംഗ് സ്പ്രേ നമ്മുടെ ഫേസിന്റെ മേലെ അപ്ലൈ ചെയ്യണത്. അപ്പൊ ആദ്യം ഈ സെറ്റിംഗ് സ്പ്രേ ഒന്ന് അപ്ലൈ ചെയ്തതിന് ശേഷം, അതായത് പ്രൈമർ ഇട്ടിട്ട് സെറ്റിംഗ് സ്പ്രേ അപ്ലൈ ചെയ്യുക. പ്രൈമർ ഇല്ലെങ്കിലും കുഴപ്പമില്ലെന്ന് പറയുമ്പോൾ ഞാൻ പ്രൈമർ ഇല്ലാണ്ടാണ് അപ്ലൈ ചെയ്യാൻ വേണ്ടി പോണത്. മോയ്സ്ചറൈസ് ചെയ്തിട്ട് നന്നായിട്ട്. എന്നിട്ട് നമ്മൾ ഫൗണ്ടേഷൻ ഇടാൻ വേണ്ടി പോവാണ്. ഫൗണ്ടേഷൻ ആയിട്ട് ഞാൻ യൂസ് ചെയ്യുന്നത് വെറ്റ് ആൻഡ് വൈൽഡിന്റെ ഫോട്ടോ ഫോക്കസ് ഫൗണ്ടേഷൻ ആണ്. നല്ല ഫൗണ്ടേഷൻ ആണ്. ഞാൻ ഇതിനെപ്പറ്റി എന്റെ പല വീഡിയോസിലും പറഞ്ഞിട്ടുണ്ടായിരുന്നു. അമേസിംഗ് ഫൗണ്ടേഷൻ ആണ്. ഞാൻ ഹോൾ വീഡിയോയിൽ കാണിച്ചത് കുഷൻ ഫൗണ്ടേഷൻ ആണ്. കുഷൻ ഫൗണ്ടേഷൻ പക്ഷെ അതിന്റെ ഷെയ്ഡ് തെറ്റിപ്പോയി. നമ്മളുടെ മാറ്റ് മേക്കർ വെച്ച് കുഷൻ ഫൗണ്ടേഷൻ ചെയ്യാൻ പറ്റത്തില്ല. അതുകൊണ്ട് തന്നെ അമ്മയ്ക്ക് കൊടുത്തു. ലൈറ്റ് കളറാണ്. അതുകൊണ്ട് അമ്മയ്ക്ക് കൊടുത്തുകൊണ്ട് അമ്മ കൊണ്ടുപോയി കുഷൻ ഫൗണ്ടേഷൻ. കുഷൻ ഫൗണ്ടേഷനും ഈവൻ എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. ഭയങ്കര ട്രാവൽ ഫ്രണ്ട്ലി ആൻഡ് കോമ്പാക്ട് ആയിട്ടുള്ള നല്ലൊരു ഫൗണ്ടേഷൻ ആണ്. കുറച്ച് പ്രൈസ് കൂടുതലാണ് കുഷൻ ഫൗണ്ടേഷൻ ആയതുകൊണ്ട്. 850 ആണ്. ബട്ട് എനിക്ക് അതിന്റെ ആ ഒരു ഫിനിഷ് ഭയങ്കര ഇഷ്ടപ്പെട്ടു കേട്ടോ. അപ്പൊ നിങ്ങൾക്ക് ഏത് വേണമെങ്കിലും വാങ്ങാം. ഈ ഫോട്ടോ ഫോക്കസ് ഫൗണ്ടേഷൻ ആണെങ്കിലും കുഷൻ ഫൗണ്ടേഷൻ ആണെങ്കിലും രണ്ടും ആണെങ്കിലും നല്ലതാ. അപ്പൊ ഇന്ന് ഞാൻ ഇടാൻ പോകുന്നത് ഈ വെറ്റ് ആൻഡ് വൈൽഡിന്റെ ഫോട്ടോ ഫോക്കസ് ഫൗണ്ടേഷൻ ആണ് കേട്ടോ. ഞാനിപ്പോ ഫൗണ്ടേഷൻ ഇട്ട് കഴിഞ്ഞു. പുള്ളിക്കാരുടെ ഫേസ് പിന്നെ ഭയങ്കര ഓവറായിട്ട് ഒത്തിരി ഇലൂമിനേറ്റ് ചെയ്തോ അങ്ങനെയൊന്നും അല്ല. മിക്കപ്പോഴും മാറ്റ് ആയിട്ടാണ് കൂടുതലും വെക്കാറുള്ളത്. ആൻഡ് അപ്പൊ ഞാൻ നെക്സ്റ്റ് എന്റെ ഫേസ് നന്നായിട്ട് കൺസീൽ ചെയ്യാൻ വേണ്ടി പോവാണ്. ഞാൻ ജസ്റ്റ് ഭയങ്കര ഓവർ കൺസീൽഡ് ആൻഡ് ഹൈലൈറ്റഡ് ആയിട്ടുള്ള ഫേസ് അല്ല. എപ്പോഴും ഞാൻ ന്യൂട്രൽ ആയിട്ടുള്ള ലൈറ്റ് ആയിട്ടുള്ള മേക്കപ്പ് ഒക്കെയാണ് ചെയ്തേക്കുന്നത്. അപ്പൊ നമുക്ക് കൺസീൽ ചെയ്യാം. എന്റെ ഈ കണ്ണിന് താഴെ മേലെയും പിന്നെ ഈ ആക്നേന്റെ മാക്സിന്റെ മുകളിലും ഞാൻ കൺസീൽ ചെയ്യാണ്. ഞാൻ വേണ്ടി യൂസ് ചെയ്യുന്നത് വെറ്റ് ആൻഡ് വൈൽഡിന്റെ എന്റെ ഫോട്ടോ ഫോക്കസ് കൺസീലർ ആണ്.
ഫേസ് ലൈറ്റ് ആയിട്ട് ഒന്ന് കൺസീൽ ചെയ്ത് ജസ്റ്റ് കണ്ണിന്റെ താഴെ പിന്നെ ഈ ആക്നെ മാർക്സിന്റെ അവിടെ. അതിനുശേഷം ഞാൻ എന്റെ ഫേസ് ജസ്റ്റ് ഒന്ന് സെറ്റ് ചെയ്യാൻ വേണ്ടി പോവാണ്. സെറ്റ് ചെയ്യാൻ വേണ്ടി ഞാൻ യൂസ് ചെയ്യുന്നത് വെറ്റ് ആൻഡ് വൈൽഡിന്റെ അല്ല കോമ്പാക്ട്. എന്റെ കയ്യിൽ വെറ്റ് ആൻഡ് വൈൽഡിന് കോമ്പാക്ട് ഇല്ല. ഞാൻ നോക്കിയിട്ട് കണ്ടില്ല കേട്ടോ. എനിക്ക് ഷുവർ അല്ല വെറ്റ് ആൻഡ് വൈൽഡിൽ കോമ്പാക്ട് ഉണ്ടോന്ന്. സോ ഞാൻ യൂസ് ചെയ്യുന്നത് ലോറിയലിന്റെ ഇൻഫാലിബിളിന്റെ പ്രോ മാറ്റ് കോമ്പാക്ട് ആണ്. നിങ്ങൾക്ക് ഇപ്പൊ ഫൗണ്ടേഷൻ ഒന്നും ഇടാൻ താല്പര്യമില്ലാത്ത ആളെന്ന് വെച്ചോ, പിന്നെ എന്നാ ഇത് വാങ്ങുക. ഇത് അടിപൊളി സാധനമാണ്. ഇത് ഞാൻ എന്റെ ലോറിയൽ വിസസ് മെയ്ബിലിൻ മസ്കാര റിവ്യൂവിന്റെ അകത്ത് ഈ ഒരു പ്രോഡക്റ്റ് മാത്രമാണ് ഫേസ് ഇട്ടിട്ടുണ്ടായിരുന്നത്. ഫൗണ്ടേഷനും കൺസീലറും ഒന്നും ഇട്ടിട്ടുണ്ടായിരുന്നില്ല. അത്രയ്ക്ക് നല്ല കവറേജ് ആണ്. അപ്പൊ ഫൗണ്ടേഷൻ വല്ലതും പിടിക്കാത്തൊക്കെ ആൾക്കാരുണ്ടെങ്കിൽ ഈ ഒരു പെർട്ടിക്കുലർ കോമ്പാക്ട് ഒന്ന് ചെക്ക് ചെയ്യുക കേട്ടോ. അപ്പൊ നമ്മൾ നമ്മുടെ ബേസ് നന്നായിട്ട് സെറ്റ് ചെയ്ത് കഴിഞ്ഞു. ഇനി നമ്മൾ നെക്സ്റ്റ് ചെയ്യാൻ വേണ്ടി പോകുന്നത് ഐബ്രോസ് ആണ്. ചേച്ചിക്ക് നല്ല ആർച്ചി ആയിട്ടുള്ള നല്ല തിക്ക് ആയിട്ടുള്ള ഐബ്രോസ് ഉണ്ട്. അപ്പൊ ഞാൻ ജസ്റ്റ് അങ്ങനെ ഒന്ന്, എന്റെ ഐബ്രോസ് ചെറുതാണ്, അത്ര ആർച്ചിയും അത്ര ലോങ് ഒന്നും അല്ല. അപ്പൊ ഞാൻ ജസ്റ്റ് കുറച്ച് കാര്യമായിട്ടൊന്ന് ഫില്ല് ചെയ്യാൻ വേണ്ടിയാണ്. ഭയങ്കര കൂടുതലല്ല, കുറച്ച് കാര്യമായിട്ട്. അതിന് ഞാൻ യൂസ് ചെയ്യുന്നത് വെറ്റ് ആൻഡ് വൈൽഡിന്റെ തന്നെ ഐബ്രോ പെൻസിലാണ്. വളരെ നല്ല ഐബ്രോ പെൻസിലാണ്, ഹൈലി റെക്കമെൻഡഡ് ഫ്രം മൈ സൈഡ്. പിന്നെ ഇത് ഭയങ്കര പിഗ്മെന്റഡ് ആണ്. അപ്പൊ ഞാൻ നേരത്തെ വീഡിയോസിലൊക്കെ പറഞ്ഞ മാതിരി ഒന്ന് സൂക്ഷിച്ചിട്ട് മാത്രമേ നിങ്ങൾ ഇത് വരയ്ക്കുക, അല്ലെങ്കിൽ ഇങ്ങനെ പാടുപെട്ടെന്നാവും. ഓക്കെ, സൂക്ഷിക്കണേ. അപ്പൊ എന്റെ ഐബ്രോസ് നന്നായിട്ട് ഒന്ന് ഫിൽ ഇൻ ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് നെക്സ്റ്റ് നമ്മുടെ ഫേസ് ഒന്ന് കോൺടൂർ ചെയ്യാം. അപ്പൊ ചേച്ചിയുടെ ഫേസ് നല്ല നല്ല ഫ്രെയിംഡ് ആയിട്ടുള്ള ഫേസ് ആണ്. നല്ല ഇങ്ങനെ ഈ ജോ ബോൺസ് ഒക്കെ നല്ല കൂർത്തിരിക്കണം അതിലത്തെ ഫേസ് ആണ്. നല്ല ചിസിൽഡ് ആയിട്ടുള്ള ഫേസ് ആണ്. ഈവൻ നമ്മൾ ഈ ചീക്സില്ലേ, ചിന്നാണ് ചീക്കാണോ, ചീക്സിന്റെ അവിടെ ഭയങ്കര ഉണ്ടയാണെങ്കിലും കൂടെ ഫേസ് നല്ല ഷേപ്പിലാണ് ഇരിക്കുന്നത്. ഇതിന്റെ ഡബിൾ ചിന്നൊന്നും ഇല്ല, ഇങ്ങനെ ഇരിക്കുന്ന ഫേസാണ്. അപ്പൊ ഞാൻ ജസ്റ്റ് അങ്ങനെയൊന്നുമല്ല, ഞാൻ ജസ്റ്റ് ഇപ്പൊ ഒന്ന് ഫേസ് ഒന്ന് കോൺടൂർ ചെയ്യാൻ വേണ്ടി പോവാണ്. അപ്പൊ ഞാൻ കോൺടൂർ ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യുന്നത് വെറ്റ് ആൻഡ് വൈൽഡിന്റെ ബ്രോൺസർ ആണ്. അപ്പൊ എന്റെ മുന്നത്തെ വീഡിയോസിലൊക്കെ നിങ്ങൾ ഈ ബ്രോൺസർ കണ്ടിട്ടുണ്ടാവും. ഇത് ഇങ്ങനത്തെ ഈ ഡ്രാഗന്റെ ഫിഗർ ഒക്കെ ഇങ്ങനെ എംബോസ് ചെയ്ത് യു ആർ ഡ്രാഗൺ മീ ബ്രൗൺ എന്നൊരു ബ്രോൺസർ ആണ്. നല്ല ബ്രോൺസർ ആണ് കേട്ടോ, നല്ല പിഗ്മെന്റഡ് ആയിട്ടുള്ള നല്ല ബ്രോൺസറാണ്. സോ അതാണ് ഞാനിന്ന് യൂസ് ചെയ്യുന്നത് ഫേസ് ജസ്റ്റ് ഒന്ന് കോൺടൂർ ചെയ്യാനൊക്കെ. അപ്പൊ ഫേസ് ഞാൻ നന്നായിട്ടൊന്ന് കോൺടൂർ ചെയ്തു. ഇനി ഞാൻ ബ്ലഷ് ഒന്നും ചേച്ചി അങ്ങനെ അധികം ഇടാറില്ല, ഹൈലൈറ്റ് ചെയ്യാറുണ്ട്. ഫേസ് ചിലപ്പോൾ നല്ല സ്ട്രോബിംഗ് ക്രീമൊക്കെ വെച്ച് ഹൈലൈറ്റ് ചെയ്യുന്ന കാണാറുണ്ട്. അപ്പോൾ ഞാൻ ഫേസ് ഹൈലൈറ്റ് ചെയ്യാൻ വേണ്ടി പോവാണ്. പക്ഷേ ഞാൻ അതിന് മുന്നേ വെറ്റ് ആൻഡ് വൈൽഡിന്റെ ബ്ലഷേഴ്സിനെ പറ്റി പറയാം. എൻ്റെ കയ്യിൽ 2 ബ്ലഷേഴ്സാണ് ഉള്ളത് വെറ്റ് ആൻഡ് വൈൽഡിൽ നിന്ന്. ഒന്ന് വന്നിട്ട് വെറ്റ് ആൻഡ് വൈൽഡിന്റെ കളർ ഐക്കൺ ആപ്രിക്കോട്ട് ഇൻ ദ മിഡിൽ എന്ന് പറഞ്ഞിട്ട് ഇങ്ങനത്തെ ഒരു ബ്ലഷ് ആണ്. ഇത് ഞാൻ കുറെ മുന്നേ ഉള്ള വീഡിയോസിലും കാണിച്ചിട്ടുണ്ട്, ഹോൾ വീഡിയോയിലും കാണിച്ചിട്ടുണ്ട്. ആൻഡ് വേറെ ഉള്ളത് ഓംബ്രെ ബ്ലഷ് ആണ് വെറ്റ് ആൻഡ് വൈൽഡിന്റെ. അത് മൈ ടൈ ബയോ ഡ്രിങ്ക് എന്ന് പറഞ്ഞിട്ട് ഒരു ഓംബ്രെ ആയിട്ടുള്ള ഒരു ബ്ലഷ് ആണ്. വെറ്റ് ആൻഡ് വൈൽഡിന്റെ ബ്ലഷസിനെ പറ്റി പറയുകയാണെങ്കിൽ ബ്ലഷസ് മാറ്റേ അല്ല, ഈ ഷിമ്മറി ആയിട്ടുള്ള ബ്ലഷസ് ആണ്. പൊതുവെ എനിക്ക് അങ്ങനെ ഷിമ്മറി ആയിട്ടുള്ള ബ്ലഷസ് ഇഷ്ടമല്ല. അപ്പൊ നിങ്ങൾക്ക് ഇഷ്ടമുള്ള ആൾക്കാരാണെങ്കിൽ കുഴപ്പമില്ല, നമുക്ക് വൺസിനെ വയൽ വല്ല ഫംഗ്ഷൻസിനൊക്കെ പോകുമ്പോൾ ഇടാം. തീരെ എനിക്ക് കണ്ടുകൂടാന്നല്ല ഞാൻ ഉദ്ദേശിച്ചത്. പക്ഷെ എനിക്ക് എപ്പോഴും ഇഷ്ടം നമുക്ക് ആ ഒരു വിതിൻ ഒരു ഫ്ലഷി ലുക്കില്ലേ, നല്ലൊരു കളർ ആയിട്ടുള്ള നല്ല ബ്ലഷ് ഒറിജിനൽ ആയിട്ടുള്ളൊരു ബ്ലഷ് ലുക്ക് വരണമെങ്കിൽ നമ്മൾ മാറ്റ് യൂസ് ചെയ്യുമ്പോഴാണ് വരുന്നത്. അപ്പൊ ഇത് രണ്ടും ഈ ഷിമ്മറി ആയതുകൊണ്ട് എന്തോ എനിക്ക് അത്രയ്ക്ക് അങ്ങോട്ട് താല്പര്യമില്ല. അപ്പൊ ഞാൻ ഇത് വെച്ചിട്ട് ഹൈലൈറ്റ് ചെയ്യാറുണ്ട്. ഓക്കെ, സോ അതിനുവേണ്ടി ഞാൻ ഇന്ന് യൂസ് ചെയ്യുന്നത് ഈ ഓംബ്രെ ബ്ലഷ് ആണ് യൂസ് ചെയ്യാൻ പോണത്, ഈ പെർട്ടിക്കുലർ ബ്ലഷ്. ഇതാവുമ്പോഴത്തേക്കും നമ്മളുടെ സ്കിന്നിന്റെ ആ ഒരു കറക്റ്റ് ഒരു എന്താ പറയാ ഒരു വിതിൻ ഹൈലൈറ്റ് തോന്നും ഇതെടുത്തിട്ട് കഴിഞ്ഞാൽ. അപ്പൊ ഞാൻ അത് വെച്ചിട്ടാണ് ഹൈലൈറ്റ് ചെയ്യാൻ വേണ്ടി പോണത്. ഇത്തിരി കാര്യമായിട്ട് അങ്ങോട്ട് ഹൈലൈറ്റ് ചെയ്യാറൊന്നുമില്ല. അതുകൊണ്ട് ഞാനിങ്ങനെ ജസ്റ്റ് ലൈറ്റ് ആയിട്ട് മാത്രമേ ഹൈലൈറ്റ് ചെയ്ത് വരുന്നുള്ളൂ കേട്ടോ. ഇനി നമ്മൾ നെക്സ്റ്റ് ചെയ്യാൻ വേണ്ടി പോകുന്നത് ഐ മേക്കപ്പ് ആണ്. ഐ മേക്കപ്പ് ചെയ്യാൻ വേണ്ടി ഞാൻ വെറ്റ് ആൻഡ് വൈൽഡിന്റെ തന്നെ ഈ 10 കളർ ഐ ഷാഡോ പാലറ്റ് ആണ് യൂസ് ചെയ്യുന്നത്. ഇത് റോസ് ഇൻ ദ എയർ എന്ന് പറഞ്ഞിട്ടൊരു പാലറ്റ് ആണ്.
പല പ്രാവശ്യം ഞാൻ പറഞ്ഞിട്ടുണ്ട് ബിഗിനേഴ്സ് ഫ്രണ്ട്ലി മേക്കപ്പ് കിറ്റിൻ്റെ അകത്തൊക്കെ പറഞ്ഞിട്ടുള്ള വൺ ഓഫ് ദി ബെസ്റ്റ് ഐഷാഡോ പാലറ്റാണ് അഫോർഡബിൾ റേഞ്ചിൽ. ഇതിന് ആകെ 499 rupees ഉള്ളൂ ഇതിന്. അപ്പൊ ഇതിൻ്റെ അകത്ത് ഇത്രയും മനോഹരമായ 10 കളേഴ്സ് ഉണ്ട്. 2 ഷിമ്മറി ഷെയ്ഡ്സും ബാക്കിയെല്ലാം മാറ്റ് ഷെയ്ഡ്സും. അപ്പൊ ഞാൻ ഈ പറഞ്ഞ മാതിരി ചേച്ചി പൊതുവെ ഇങ്ങനെ ന്യൂഡി മേക്കപ്പ് ആണല്ലോ ചെയ്യുന്നത്. അപ്പൊ ഞാനും ജസ്റ്റ് ന്യൂഡ് മേക്കപ്പ് ആണ് ചെയ്യാൻ വേണ്ടി പോകുന്നത്. അപ്പൊ അതിനു വേണ്ടി ഞാൻ ഈ പെർട്ടിക്കുലർ ട്രാൻസിഷൻ ഷെയ്ഡാണ് ഞാൻ യൂസ് ചെയ്യുന്നത്. ചേച്ചിയുടെ നല്ല വിടർന്ന ഉണ്ട കണ്ണുകളാണെന്ന് വേണമെങ്കിൽ പറയാം. പക്ഷെ എൻ്റെ കണ്ണ് അങ്ങനെ വലിയ കണ്ണൊന്നും ഇല്ല, എൻ്റെ കുറച്ച് ചൈന കണ്ണാണ്. സോ എൻ്റെ കണ്ണ് കുറച്ചും കൂടി ഡെപ്ത് കൊണ്ടുവരാൻ വേണ്ടി ഞാൻ ഈ ഒരു പെർട്ടിക്കുലർ ഷെയ്ഡ് എടുത്തിട്ട് ഒന്ന് ഔട്ട് വി ഒന്ന് കുറച്ച് ഡെപ്ത് കൊണ്ടുവരാണ്. കുറച്ചെങ്കിലും കണ്ണ് ഭേദമായിട്ട് തോന്നണമല്ലോ. അപ്പോൾ ഈ ഒരു വെറ്റ് ആൻഡ് വൈൽഡിൻ്റെ തന്നെ ബ്രഷാണ് ഞാൻ യൂസ് ചെയ്യുന്നത്. ഇത് വെറ്റ് ആൻഡ് വൈൽഡിൻ്റെ ടേപ്പേർഡ് ബ്ലെൻഡിങ് ബ്രഷാണ്. മസ്റ്റ് ഹാവ് അലേർട്ട്. അപ്പോൾ അതെടുത്തിട്ട് ഞാൻ എൻ്റെ ഇവിടെ ഒന്ന് ചെയ്യണേ. ചേച്ചി ഇങ്ങനെ എന്താണ് ലോവർ ലാഷ് ലൈൻ, ലോവർ വാട്ടർ ലൈൻ അങ്ങനെ കണ്ണ് പൊതുവെ എഴുതാറില്ല. വളരെ റെയർ ആയിട്ട് ഞാൻ കണ്ടിട്ടുള്ളൂ. അപ്പോൾ ഈ സീം ബ്രൗൺ ഡാർക്ക് ബ്രൗൺ ഷെയ്ഡ് വെച്ചിട്ട് ഞാൻ ഇവിടെ ഷെയ്ഡ് ചെയ്യാണ്. അങ്ങനെ ഞാൻ കാണാറുണ്ട് ചില ഫോട്ടോസിൽ. അപ്പൊ ഞാൻ കണ്ണ് നന്നായിട്ട് ഡിഫൈൻ ചെയ്ത് അതിനുശേഷം ഇനി നമ്മൾ ചേച്ചി പൊതുവെ എപ്പോഴും എഴുതാറുള്ളത് ഇതിന്റെ മേളിൽ ഒരു വിങ്ക് ലൈനറാണ്. വൈൽഡിന്റെ തന്നെ കാജൽ ഞാൻ കുറേ നാൾ മുന്നേ കഴിഞ്ഞ വർഷം ഞാൻ ഈ വെറ്റ് ആൻഡ് വൈൽഡ് നമ്മുടെ ഇന്ത്യയിൽ ലോഞ്ച് ആയ സമയത്ത് നൈക്കയിൽ വാങ്ങിച്ചിട്ടുള്ളതാണ് ഈ വെറ്റ് ആൻഡ് വൈൽഡിന്റെ കാജൽ. സോ അത് വെച്ച് ഞാനൊരു വിങ്ക് ലൈനർ അല്ല, കണ്ണിന്റെ മേളിൽ മാത്രമേ എഴുതാറുള്ളൂ. പക്ഷെ അതുകൊണ്ട് ഇലോങ്കേറ്റഡ് വിങ്ക് ആക്കാറില്ല, ജസ്റ്റ് ഇവിടെ വെച്ചിട്ട് സ്റ്റോപ്പ് ചെയ്യണം പതിവ്. സോ ഞാൻ അങ്ങനെ വരയ്ക്കാൻ പോവാണേ. ഇങ്ങനത്തെ ഒരു നോർമൽ ആയിട്ടുള്ള ഒരു ചെറിയൊരു വിങ്ക് മേളിൽ ഇങ്ങനെ എഴുതാണ് ചെയ്യുക. ഒരു ചെറിയൊരു പൊടിക്കൊരു വിങ്ക് ഇവിടെ ഇടാറുണ്ട് ചേച്ചി, അത്രേ ഉള്ളൂ. അങ്ങനെ വലിയ കാര്യമായിട്ടൊന്നും ചെയ്യാറില്ല. പിന്നെ ഈ പറഞ്ഞ പോലെ താഴത്തെ ഐഷാഡോ വെച്ചിട്ടൊന്ന് ചെയ്യാറുണ്ട്. അപ്പൊ ചേച്ചിയുടെ കണ്ണിങ്ങനെ നല്ല ഉണ്ട കണ്ണാണ്. അപ്പൊ ഞാൻ എന്റെ കണ്ണതൊന്ന് ഓപ്പൺ അപ്പ് ചെയ്യാൻ വേണ്ടി ഞാൻ എന്റെ വാട്ടർ ലൈനിൽ ഒരു ന്യൂഡ് പെൻസിൽ വെച്ച് എഴുതാം നെക്സ്റ്റ്. ഇനി ഞാൻ നെക്സ്റ്റ് മസ്കാരയിലേക്ക് കടക്കുകയാണ്. സത്യം പറഞ്ഞാൽ ഞാൻ വെറ്റ് ആൻഡ് വൈൽഡിന്റെ വൺ ബ്രാൻഡ് മേക്കപ്പ് ചെയ്യുന്ന സമയത്ത് ഞാൻ മസ്കാര വാങ്ങണമെന്ന് വിചാരിച്ചതാണ്. അപ്പോൾ റിവ്യൂ നോക്കി ലാസ്റ്റ് വാങ്ങാമെന്ന് ചോദിച്ചിട്ട് ഞാൻ മറന്നുപോയി. അപ്പോൾ എന്നോട് സോറി. അത്യാവശ്യം നല്ല കുഴപ്പമില്ലാത്ത ആവറേജ് റേറ്റിംഗ്സിലുള്ളത്, എക്സ്ട്രാ ഓർഡിനറി അല്ല, ആവറേജ് റേറ്റിംഗ്സിലുള്ള മസ്കാരാസ് ആണ് വെറ്റ് ആൻഡ് വൈൽഡിലുള്ളത്. ഞാൻ എൻ്റെ ഞാനപ്പോൾ ഇന്നത്തെ യൂസ് ചെയ്യുന്നത് മെയ്ബ്ലിൻ്റെ ബിഗ് ഷോട്ടാണ്. അപ്പോൾ അത് വെച്ചിട്ട് ഞാൻ എൻ്റെ ഐ ലാഷസിൽ ഇടുകയാണ്. ഇനി ഞാൻ നെക്സ്റ്റ് എൻ്റെ ബേസ് മേക്കപ്പ് ഒന്ന് ഞാൻ സെറ്റ് ചെയ്യാൻ വേണ്ടി പോവാണ്. അപ്പോൾ ഈ പറഞ്ഞ പോലെ സമ്മറിലൊക്കെ നമ്മൾ മേക്കപ്പ് ചെയ്യുവാണെങ്കിൽ ജസ്റ്റ് ഒന്ന് സെറ്റിംഗ് സ്പ്രേ വെച്ച് ലാസ്റ്റും കൂടി സെറ്റ് ചെയ്യുക. അപ്പം നന്നായിട്ട് സ്ട്രോങ് ആയിട്ട് നിന്നോളും. ഇത് വളരെ അഫോർഡബിൾ ആയിട്ടുള്ള റേഞ്ചിലുള്ള ഒരു സെറ്റിംഗ് സ്പ്രേ ആണ് വെറ്റ് ആൻഡ് വൈൽഡിന്റെ. നല്ല പെർഫോമൻസ് ഉള്ള സെറ്റിംഗ് സ്പ്രേ ആണ്. അപ്പോൾ ഇത് വെറ്റ് ആൻഡ് വൈൽഡിന്റെ മാറ്റ് ഫിനിഷ് സെറ്റിംഗ് സ്പ്രേ ആണ്. ഇതിനും ഒന്ന് 499 rupees 450 rupees ഉള്ളൂ. ഡിസ്ക്രിപ്ഷനിൽ ലിങ്ക്സ് ഒക്കെ ഉണ്ട്, അപ്പോൾ ജസ്റ്റ് ചെക്ക് ചെയ്ത് നോക്കുക. അപ്പോൾ ഇത് വെച്ച് ഞാൻ എൻ്റെ ബേസ് ഒന്ന് സെറ്റ് ചെയ്യാണ്. ഇനി നമ്മൾ ലാസ്റ്റ് ലിപ്സ്റ്റിക്കിലേക്ക് കിടക്കാണ്. ചേച്ചിയുടെ ഞാൻ പറഞ്ഞ മാതിരി എപ്പോഴും ഭയങ്കര ന്യൂട്രൽ ആയിട്ടുള്ള ലിപ്സ്റ്റിക്കാണ് ഇടുന്നത്. അപ്പോൾ ഈ വെറ്റ് ആൻഡ് വൈൽഡിലുള്ള എൻ്റെ ഈ ലിക്വിഡ് ലിപ്സ്റ്റിക് ഉണ്ടല്ലോ, ഈ ക്യാറ്റ്സ്യൂട്ടിലുള്ളത്, അത് ഗിവ് മീ നോക്കാന്നുള്ള ഷെയ്ഡാണ്. അത് പെർഫെക്റ്റ് ന്യൂഡാണ്, നല്ല ന്യൂഡാണ്. ആൻഡ് ഇത് ഏകദേശം മാച്ചാണ് ചേച്ചി ഇടുന്ന ഓൾമോസ്റ്റ് മിക്ക ലിപ്സ്റ്റിക്. ചിലപ്പോൾ ചേച്ചി ലിപ്സ്റ്റിക്സ് പോലും ഇടുന്നതായിട്ട് എനിക്ക് തോന്നാറില്ല കേട്ടോ. അത്രയും ന്യൂട്രൽ ആയിട്ടാണ് വെച്ചേക്കുന്നത്. വെച്ചാൽ ചില ഫോട്ടോസൊക്കെ നോക്കുമ്പോഴത്തേക്കും നമ്മൾ ഷെയ്ഡ് ഏതാന്ന് നോക്കാൻ വേണ്ടി എടുക്കുമ്പോഴത്തേക്കും അങ്ങനെ ഷെയ്ഡ് ഉണ്ടാവാറായിട്ട് എനിക്ക് തോന്നാറില്ല. അപ്പം ജസ്റ്റ് ചില വീഡിയോസ് ചില ഫോട്ടോസിലൊക്കെ ഈ ഒരു പെർട്ടിക്കുലർ ഷെയ്ഡാണ് കണ്ടിട്ടുള്ളത്.
അപ്പോൾ ഇതാണ് നമ്മുടെ ഷിൻഡ ചേച്ചിയുടെ ഇൻസ്പയർഡ് ഫിനിഷ്ഡ് ലുക്ക് അല്ലെങ്കിൽ ഷിൻഡ ചേച്ചിയുടെ സിഗ്നേച്ചർ ലുക്കിന്റെ ഒരു ഇൻസ്പയർഡ് ലുക്ക്. ഇത് വളരെ ന്യൂട്രൽ ആയിട്ട് മേക്കപ്പ് ഇടാൻ താല്പര്യമുള്ളവർക്കൊക്കെ ബെസ്റ്റ് ആയിട്ടുള്ള ഒരു മേക്കപ്പ് ആണ്. അങ്ങനെ ഒത്തിരി കളേഴ്സും ഒന്നുമില്ല, വളരെ ന്യൂട്രലാണ്. സത്യം പറഞ്ഞാൽ ആദ്യമാണ് ഈ ലുക്ക് ട്രൈ ചെയ്യണം തന്നെ. എനിക്ക് സത്യം പറഞ്ഞാൽ ഭയങ്കര ഇഷ്ടപ്പെട്ടിട്ടോ, എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. ആൻഡ് പിന്നെന്താണ്, അപ്പം നിങ്ങൾക്ക് ഈ ലുക്ക് ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കുക, നല്ല രസമുണ്ട്, നല്ലൊരു വാം ആയിട്ടുള്ള ലുക്കാണ്. അപ്പോൾ ഇന്നത്തെ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ പ്ലീസ് ഡോണ്ട് ഫർഗെറ്റ് ടു ഗിവ് ദിസ് വീഡിയോ ബിഗ് തംസ് അപ്പ്. ആൻഡ് ഇതുവരെയും എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ താഴത്തുള്ള റെഡ് സബ്സ്ക്രൈബ് ബട്ടൺ ക്ലിക്ക് ചെയ്യുക, തൊട്ടപ്പുറത്തുള്ള ബെൽ നോട്ടിഫിക്കേഷൻ കൂടി ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഞാൻ ഓരോ തവണ വീഡിയോസ് അപ്ലോഡ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് പേഴ്സണൽ നോട്ടിഫിക്കേഷൻ വരുള്ളൂ. ആൻഡ് നിങ്ങൾക്ക് ഈ റീക്രിയേഷൻ വീഡിയോ ഇഷ്ടമായില്ല എന്നുള്ളത് കമന്റ് ബോക്സിൽ കമന്റ് ചെയ്യാൻ മറക്കരുത്. ആൻഡ് ഇനി ഒരു കാര്യം കൂടി പറയണം, ഞാൻ ഷിൻഡ ചേച്ചിനെ പോലെ അല്ലാതെ എനിക്ക് നല്ല ബോധമുണ്ട്, എന്നിട്ടാണ് ഞാൻ ഈ വീഡിയോ ചെയ്തേക്കുന്നത്. സോ ഫൈനലി നിങ്ങൾ ഷിൻഡ ചേച്ചിനെ പോലെ ഇല്ലല്ലോ എന്നൊക്കെ പറഞ്ഞിട്ട് കമന്റ് ചെയ്യേണ്ട ആവശ്യമില്ല. അപ്പോൾ അത്രേ ഉള്ളൂ. അപ്പോൾ സീ ഓൺ മൈ നെക്സ്റ്റ് വീഡിയോ. ബൈ ബൈ.